ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് കോടതിയിൽ ഹാജരാക്കി ആ പൗലോസിനെ കൊന്നുകളയാൻ വേണ്ടി യഹൂദന്മാർ വട്ടം കൂടുമ്പോൾ, അതിനു വേണ്ട കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വധഭീഷണിയുടെ മുമ്പിൽ നിൽക്കുന്ന അപ്പോസ്തലനായ പൗലോസ്, പ്രിയമുള്ളവരെ, അങ്ങനെ അത്ര പ്രതിസന്ധിയുടെ നടുവിൽ തൻ്റെ ജീവന് പോലും ഭീഷണി ആയിട്ടിരിക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത് കർത്താവ് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥലത്തും ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി വന്ന് ദൈവമക്കളെ സംരക്ഷിച്ചതും ദൈവമക്കളോട് സംസാരിച്ചതും അവരെ ധൈര്യപ്പെടുത്തിയതും ഒക്കെ തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ദൈവം തന്നെ ഇവിടെ പറയുക, രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ വന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിൽ, മറ്റാർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത, മറ്റാർക്കും ആരുടെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരാളുണ്ട്, നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു കർത്താവ്. ഇന്ന് നിൻ്റെ ആ പ്രതിസന്ധിയിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വരും. മറ്റാർക്കും ചിലപ്പോൾ വരാൻ പറ്റത്തില്ലായിരിക്കും, മറ്റാരും വന്നിട്ട് കാര്യം ഉണ്ടാകുകയില്ല. പക്ഷേ യേശു കർത്താവ് ഇന്ന് പകൽ നിൻ്റെ വിഷയത്തിൽ ഇടപെടും. ഇന്ന് പകൽ കർത്താവ് നിൻ്റെ അടുത്ത് വരും. കർത്താവ് വന്നാൽ കർത്താവ് പറയും, ധൈര്യമായിരിക്കാം, നിനക്കിനിയും ശുശ്രൂഷയുണ്ട്, നിനക്കിനിയും പല കാര്യം ചെയ്യാനുണ്ട്, നിൻ്റെ ജീവിതം തീർന്നിട്ടില്ല, നീ അവസാനിക്കാനായിട്ടില്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ നീ ഇനി ഇതോടെ തീർന്നു പോകുമെന്ന് പറഞ്ഞു കാണും. കർത്താവ് പറയും, നീ തീർന്നിട്ടില്ല, നിനക്ക് ഇനിയും മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്, ഇനിയും നിനക്ക് ശുശ്രൂഷകൾ ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആ യേശു കർത്താവ് ഇന്നു പകൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും. നമുക്ക് ആ കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് അവിടുത്തെ സഹായം ആവശ്യമുണ്ട് എന്ന് ഒന്ന് പറയാമോ? കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാ, നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് ഇടപെടും, അത്ഭുതം കർത്താവ് ചെയ്യും. നമുക്ക് ആ കർത്താവിനോട് പറയാം, നമ്മുടെ കണ്ണുകളൊക്കെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവാണല്ലോ, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന കർത്താവാണല്ലോ. ഈ പകൽക്കാലം കർത്താവെ, ഞങ്ങളുടെ വിഷയത്തിൽ കർത്താവ് ഇടപെടണം, കർത്താവ് ഇറങ്ങണം, അത്ഭുതം നടക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ കർത്താവ് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നു പകൽ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ വിഷയത്തിൽ കർത്താവ് വ്യക്തിപരമായി ഇറങ്ങി അത്ഭുതം ചെയ്ത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു.